സംസ്ഥാന സ്കൂൾ കലോത്സവം അടുത്തു. ആലത്തൂർ BSS ഗുരുകുലം സ്കൂളിൽ കപ്പടിക്കാനുള്ള പരിശീലനം മുറുകി. തുടർച്ചയായി 11 തവണയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് BSS ഗുരുകുലമാണ്. ഇത്തവണയും പതിവ് നേട്ടം ആവർത്തിക്കാൻ തന്നെയാണ് ഒരുക്കം. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് തിരുവനന്തപുരത്ത് അരങ്ങേറാൻ പോകുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഴിഞ്ഞ 11 വർഷമായി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂൾ എന്ന നേട്ടം ആലത്തൂർ BSS ഗുരുകുലത്തിന് തന്നെയാണ്. ഇത്തവണ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായി 35 ഇനങ്ങളിലാണ് ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളുടെ പ്രകടനം. 144 വിദ്യാർത്ഥികൾ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി കലോത്സവ വേദിയിലെത്തുന്നുണ്ട്. 2012 മുതൽ റെക്കോർഡുകളുടെ തലത്തൊട്ടപ്പന്മാരായ BSS ഗുരുകുലത്തിൽ ഇത്തവണയും നേട്ടം ആവർത്തിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം സെറ്റാണ്. ശ്രീ പത്മനാഭന്റെ മണ്ണിൽ 12ാമത് വിജയകിരീടമാണ് പ്രതീക്ഷയെന്ന കുട്ടികൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കപ്പെടുക്കാനുള്ള പരിശീലനം മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഒരുപക്ഷെ ജില്ലാ കലോത്സവത്തിന് പിന്നാലെ തന്നെ കുട്ടികൾ പരിശീലനത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളേക്കാൾ ആത്മവിശ്വാസം ഏറെയുമാണ്. കുത്തകയായ ഇനങ്ങൾക്ക് പുറമെ മത്സരിക്കുന്ന എല്ലാ ഇനങ്ങളിലും A ഗ്രേഡ് അല്ലാതെ മറ്റൊന്നും ഗുരുകുലം ഉറ്റുനോക്കുന്നില്ല. പരിശീലനത്തിന്റെ എല്ലാ തലങ്ങളും പൂർത്തിയാക്കിയ കുട്ടികളിനി അങ്കത്തട്ടിൽ കയറുക മാത്രമേ ബാക്കിയുള്ളൂ. വിജയം ആവർത്തിച്ച് തിരിച്ചുവരാൻ വിദ്യാർത്ഥികൾക്ക് ആശംസ നേരുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ വിജി വി ആനന്ദ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ ഈ വരുന്ന 4-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഗമമാണ്, ഒരു കലാസംഗമമാണിത്. അപ്പോൾ അതിൻ്റെ ഉദാത്തമായ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കുട്ടികളിലെ നൈപുണ്യങ്ങളെ ഉണർത്താനും അതിന് വേണ്ട പ്രോത്സാഹനവും, കൂടാതെ നമ്മുടെ സമൂഹത്തിൽ ഉള്ള നമ്മൾ ഈ കുട്ടികളാണല്ലോ നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ജാതിമത സ്പർദ്ധകളൊന്നും ഇല്ലാതെ വളരാനും വേണ്ടിയുള്ള ഐക്യമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. കുട്ടികൾക്കെല്ലാം അർഹതപ്പെട്ടത് കിട്ടട്ടെ, അവരെല്ലാം ഈ പറഞ്ഞ അനുഭവ സമ്പത്ത് അവർക്കുണ്ടാവട്ടെ. അവർക്ക് ഈ പറഞ്ഞ ഏഷ്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലാമാമാങ്കമായിട്ടുള്ള ഈ കലാസംഗമത്തിൽ കയറാൻ അവർക്ക് അവസരം കിട്ടട്ടെ, അവർ കളിക്കാൻ അവസരം കിട്ടട്ടെ. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ മത്സരങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.